ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് വലിയ നോമ്പിൻ്റെ 42-ാം ദിനമാകുന്നുവല്ലോ. ഇന്നത്തെ ധ്യാനത്തിനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25-26 വാക്യങ്ങൾ. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. ബേഥാനിയിലെ ലാസറിന്റെ സഹോദരിയായ മാർത്തയോട് യേശു പറയുന്ന വാക്കുകളാണിവ. തങ്ങളുടെ സഹോദരൻ മരിച്ചുപോയി എന്നവൾ പറയുമ്പോൾ ലാസർ ഉയർത്തെഴുന്നേൽക്കുമെന്ന ഉറപ്പ് യേശു അവൾക്ക് നൽകുന്നു. എന്നാൽ അന്ത്യനാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് തനിക്കറിയാം എന്ന് മാർത്ത യേശുവിനോട് തിരിച്ചു പറയുന്നു. അപ്പോഴാണ് യേശു അവളോട് പറയുന്നത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. യേശുവിൻ്റെ ഈ പ്രസ്താവന കേവലം ദുഃഖസമയത്തൊരാശ്വാസം മാത്രമല്ല, മറിച്ച് അവൻ്റെ വ്യക്തിത്വത്തിൻ്റെയും വിശ്വാസികൾക്ക് അവൻ നൽകുന്ന പ്രത്യാശയുടെയും ആഴത്തിലുള്ള വെളിപ്പെടുത്തലുമാണ്. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന യേശുവിൻ്റെ പ്രഖ്യാപനം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മൂലക്കല്ലാണ്. യേശു ആരാണെന്നും ഭൂമിയിലെ അവൻ്റെ ദൗത്യം എന്താണെന്നും ഇതിലടങ്ങിയിരിക്കുന്നു. പുനരുത്ഥാനമായി തന്നെ തിരിച്ചറിയുന്നതിലൂടെ യേശു ജീവിതത്തിനും മരണത്തിനും മേലുള്ള തൻ്റെ അധികാരം ഉറപ്പിക്കുന്നു. ക്രിസ്തുവിൽ മുൻപേ തന്നെ വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു മാർത്ത. ഈ പ്രസ്താവന കേൾക്കുമ്പോൾ അവളുടെ വിശ്വാസം ഒന്നുകൂടി ബലപ്പെടുകയാണ് ചെയ്യുന്നത്. ക്രിസ്തു വിചാരിച്ചാൽ മരിച്ച തൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന ബോധ്യം അവൾക്കുണ്ടായിരുന്നു. അതറിഞ്ഞുകൊണ്ട് തന്നെ യേശു അവളോട് വീണ്ടും ചോദിക്കുന്നു, ഇതു നീ വിശ്വസിക്കുന്നുവോ? ഈ ചോദ്യം നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മിൽ എത്ര പേർ ഈ ചോദ്യം കേട്ടിട്ടുണ്ട്? ക്രിസ്തീയ വിശ്വാസികൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന നാം യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ? അർഹിക്കാത്ത നന്മകളും അനുഗ്രഹങ്ങളും നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ട്. എന്നാലും ജീവിതത്തിൽ ഒരു പരീക്ഷണഘട്ടം വരുമ്പോൾ നാം പതറും. ക്രിസ്തുവിനെ നാം തള്ളിപ്പറയും. അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ വിശ്വാസം ഒലിച്ചു പോകും. നമുക്ക് സ്വയശോധന നടത്താനുള്ള ഒരാഹ്വാനം ഈ വാക്യത്തിലുണ്ട്. അനിശ്ചിതത്വമുള്ള ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ യേശുവിൻ്റെ ഈ വാക്കുകൾ അതുല്യമായ പ്രത്യാശ നൽകുന്നു. മരണം അവസാനമല്ലെന്നും ദൈവവുമായുള്ള കൂടുതൽ പൂർണ്ണവും നിത്യവുമായ ജീവിതത്തിലേക്കുള്ള ഒരു വഴിത്തിരിവാണെന്നും അവ നമുക്കുറപ്പ് നൽകുന്നു. ജീവിതത്തിലെ പരീക്ഷണങ്ങൾക്കും ദുഃഖങ്ങൾക്കുമിടയിൽ നമുക്ക് ഈ വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കാം. യേശുവിൽ നമുക്ക് നിത്യജീവനുണ്ട്. ആ പ്രത്യാശയിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമീൻ.